ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നലെ ഞാൻ ആകസ്മികമായി ഒരു മൂവി കണ്ടു. അപ്പോൾ അതിന് ഇമോഷണലായിട്ട് ഒരുപാട് ടച്ച് ചെയ്ത ഒരു മൂവിയാണ്. അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റിലേക്ക് കിടക്കാം. രണ്ടായിരത്തി 2016 റിലീസായ ഇംഗ്ലീഷ് മൂവിയായ ലയൺ എന്ന് പറയുന്ന മൂവിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച മൂവി. അപ്പോൾ ഇത് പകുതിയോളവും ഒരു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിരിക്കുന്ന മൂവിയാണ്. ഇതെന്നെ ഒരുപാട് ഇമോഷണലായിട്ട് ടച്ച് ചെയ്യിച്ച മൂവിയാണ്. ഇതിൻ്റെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ ദേവ് പട്ടേൽ, സണ്ണി പവാർ, നിക്കോൾ കിഡ്മാൻ, നവാസുദ്ദീൻ സിദ്ദിഖി തുടങ്ങിയൊരു വലിയ താരനിര തന്നെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇനി അതിൻ്റെ പ്ലോട്ടിലോട്ട് നമുക്ക് കടക്കാം. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ട് നോക്കുകയാണെങ്കിൽ, സരോ എന്ന് പറയുന്ന 5 വയസ്സുകാരൻ ബാലൻ ചില പ്രത്യേക കാരണങ്ങളാൽ തൻ്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ അദ്ദേഹം കൊൽക്കത്തയിലെത്തുന്നു. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തെ ഒരു ഓസ്ട്രേലിയൻ ഫാമിലി എടുത്തു വളർത്തുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു 25 വർഷത്തോളം ഓസ്ട്രേലിയയിൽ ചിലവിട്ട് അവിടെ പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് തനിക്ക് തൻ്റെ ഫാമിലിയെ പറ്റി വീണ്ടും ചില മെമ്മറീസ് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തെ. അങ്ങനെ അദ്ദേഹം പിന്നീട് 25 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കുടുംബത്തെ തിരിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വരുന്നതും അവിടെ നടക്കുന്ന കുറേ കാര്യങ്ങളുമൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടിക്കാൻ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പ്ലോട്ട്. ഇതൊരു ബയോഗ്രഫി ഡ്രാമ യാൻഡ്രയിൽ പെടുത്താൻ പറ്റുന്ന മൂവിയാണ്. കാരണം ഇത് കുറേ ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള മൂവിയാണ്. സരോ ബേർലി എന്ന് പറയുന്ന ഒരു ഒറിജിനൽ ഓസ്ട്രേലിയൻ ബിസിനസ്മാൻ, സത്യം പറഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 5-ാം വയസ്സിൽ കുടുംബത്തിൽ നിന്ന് മിസ്സാവുന്നു. പിന്നീട് ഒരു ഓസ്ട്രേലിയൻ ഫാമിലി എടുത്ത് വളർത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മൂവി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരുപാട് ഫിലിം ഫെസ്റ്റിവലുകളിൽ സ്ക്രീൻ ചെയ്ത മൂവിയാണ്. ഒരുപാട് പ്രശംസ ഇത് ഏറ്റുവാങ്ങി. കാരണം ഇത് ടൊറൻറ്റോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ഒരുപാട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മൂവിയാണ്. പിന്നീട് ഇതിന് ഏകദേശം 6ഓളം ഓസ്കാർ നോമിനേഷനുകൾ ഉണ്ടായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ, സരോയുടെ കുട്ടിക്കാലം അഭിനയിച്ച സണ്ണി പവാർ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് വെച്ചാൽ ഒരു രക്ഷയുമില്ല. വളർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം ഒരുപാട് എന്നെ ഇമോഷണലായിട്ട് ടച്ച് ചെയ്യിപ്പിച്ച മൂവിയുടെയാണിത്. ഞാൻ പറഞ്ഞതല്ലാതെ ഈ സിനിമയിൽ ഒരുപാട് വേറെ ഘടകങ്ങൾ സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇന്ത്യ ബേസ് ചെയ്ത് കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മാഫിയ. അവർക്കെതിരെയൊക്കെ ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ നടക്കും എന്ന് പറഞ്ഞു വയ്ക്കുന്ന ഒരു മൂവി കൂടിയാണിത്. അപ്പോൾ ഫീൽ ഗുഡ് സിനിമകളോടോ ഡ്രാമ ബയോഗ്രഫി കാറ്റഗറിയിലുള്ള മൂവീസിനോടോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത മൂവിയാണിത്. നിങ്ങൾ ഇത് കാണുക, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട മൂവിയാണിത്. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ സിനിമ കണ്ടത്. അതെനിക്ക് ഒരുപാട് വിഷമമാകുന്നു. കാരണം ഞാൻ കുറച്ചുകൂടി നേരത്തെ കാണാനുള്ള ഒരു മൂവിയായിരുന്നു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ പരിഗണിക്കുക.